എത്ര കാശുണ്ടാക്കിയാലും പോയ വസ്തുക്കൾ തിരിച്ചു പിടിക്കാവുന്ന പ്രതീക്ഷയൊന്നും എനിക്കില്ല. പെങ്ങളെ മാന്യമായിട്ട് കെട്ടിച്ചയക്കണം. കുറച്ച് രൂപ കൊടുത്ത് ദിനേശനൊരു ജോലി ശരിയാക്കണം. എന്നിട്ട് ഈ പണി നിർത്തി വല്ല ബോംബെയിലോ കൽക്കട്ടയിലോ പോകണം. അവിടെ ആവുമ്പോൾ കൂലിപ്പണി ചെയ്ത് ജീവിച്ചാലും അച്ഛൻ അറിയില്ലല്ലോ വലിയ ഓഫീസറാണെന്ന് കള്ളെഴുതി അറിയിച്ചാ പോരെ. അതൊക്കെ പോട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തൊക്കെയായിരുന്നു ഓപ്പറേഷൻ? ഞാനൊരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ, അതെല്ലാവർക്കും അറിയാം. തൽക്കാലം നീയും അത്രയും ധരിച്ചാൽ മതി. ഓ, ധരിച്ചോളാം. വല്ല ക്രോസിനും അനാസിനും അല്ലാതെ വില കൂടിയ ക്യാപ്സ്യൂൾ വല്ലതും തടഞ്ഞു അറിയാൻ വേണ്ടി ചോദിച്ചെന്നുള്ളൂ. ഇല്ല, രാജ്യ വിവാഹം കഴിപ്പിച്ച് അയക്കാനുള്ള ഒന്നും ഇതുവരെ തടഞ്ഞില്ല. പിന്നെ ഒരു എറിത്രോമൈസിൻ വന്നിപ്പോ തൊണ്ടായി കുടുങ്ങിയിട്ടുണ്ട്. അയ്യോ, ആലോചനയാണ് നീ പറഞ്ഞ. ആ പാര തന്നെ. എല്ലാവർക്കും ഭയങ്കര താല്പര്യമായി, എനിക്കൊഴിച്ച്. മറുപടി അയക്കേണ്ടെന്ന് അച്ഛനോടും ദിനേശനോടും ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. ഞാൻ അറിയാതെ അവർ മറുപടി എഴുതി പെണ്ണിനെ വന്ന് കാണാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. ചേടാ, വന്ന് കാണട്ടെ, ഇഷ്ടപ്പെട്ടത് നടത്തണം. കള്ളന്റെ വീട്ടിലൊരു പോലീസുകാരനുള്ളത് നല്ലതാ. മണ്ടത്തരം പറയാതെ അവസാനം ബന്ധങ്ങൾക്ക് വില പറയേണ്ടി വരും. എന്ത് വില? ബന്ധങ്ങൾക്ക് പോലും വിലയിടി പറഞ്ഞ പോലെ. നീ ഇതങ്ങ് ഉറപ്പിക്കാൻ നോക്കണ്ട ദിവാകര. എന്ത് വന്നാലും ഈ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. നിനക്കേ തലയ്ക്ക് വട്ട. അയാൾ ഇത്തിരി ശ്രീധരൻ കൂടുതൽ ചോദിച്ചു ഏതെങ്കിലും കതറുകാരന്റെ പോക്കറ്റ് തട്ടിപ്പറിച്ചാൽ നടത്താൻ നോക്ക്. ഈ അവസരം നീ പാഴാക്കരുതിട്ട് ദിവാര. എന്റെ അടുത്ത് സംസാരിച്ചാൽ ശരിയാവില്ല. ഈ ബൈക്ക് തിരിച്ചു കൊടുക്കാൻ സമയമായി. ചവിട്ടിയല്ലേ? അല്ല, വണ്ടി സ്റ്റാർട്ടാവെന്ന് പറയായിരുന്നു. വരുന്നുണ്ട്. നീ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ ആ ചാണ്ടിയുടെ കൂടെ. കണ്ട കള്ളന്മാരുമായിട്ടാ കറങ്ങി നടക്കുന്നേ. ആ എസ് ഐയുടെ വീട്ടിൽ നിന്ന് കത്ത് വന്നിരുന്നു. അവർക്ക് താല്പര്യമുണ്ട് രാജ്യെ കാണാൻ എത്തുമെന്ന്. എന്റെ അടുത്ത് ആലോചിക്കാതെ പെണ്ണ് കാണാൻ ക്ഷണിക്കാൻ ആരാ പറഞ്ഞത്? ആലോചിച്ചാൽ ചേട്ടൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ടല്ലേ നേരത്തെ പോയി കത്ത് അവിടെ നിന്നേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ചാണ്ടിയോട്ടുള്ള സഹവാസം നമുക്കിനി വേണ്ട. നമുക്കൊരു ടാൻഡെക്സ് ഉണ്ട്. ടാൻഡെക്സോ? അഭിമാനം. ഒരു പോലീസ് ഓഫീസർ കുടുംബത്തേക്ക് ഒന്ന് കയറാൻ പോകുന്നത്. നാടോടുമ്പോ തടുതേ ഓടിയില്ലെങ്കിലും കുറുകയെങ്കിലും ഓടണം. കാപ്പിരിക്ക് വേണം കാപ്പി എന്ന നാടകത്തിലെ ഡയലോഗാണ്. ചേടാ വൃത്തികെട്ടവനെ. ആ കേട്ടോ, ആ നാടകത്തിൽ ഞാൻ നാടകബോധമില്ലാത്ത മക്കൾ. ഗോൾഡ് ഗോപാലിനെ കസ്റ്റഡിയിലെടുത്ത് എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്തോ? ക്വസ്റ്റ്യൻ ചെയ്ത് ഉടനെ തന്നെ ആൻസറും കിട്ടി. എന്ത് പറഞ്ഞു? പോടാ പുല്ലേ, നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടാന്ന്. അതെ സാർ, അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അവിടെ ഇതാ ലോക്കപ്പിലുണ്ട്. ചിരിക്കണ്ട, നിന്റെ ഗോൾഡ് സിൽവർ ആകുന്ന ദിവസമാണെന്ന് കേട്ടോ. നേരിട്ട് കാണാൻ കഴിയ വലിയ സന്തോഷം. ഗോൾഡ് മീറ്റ് യു. പീരി സാർ കുറെ ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു. അതൊന്ന് അവോയ്ഡ് ചെയ്യാമെങ്കിൽ ആവർത്തന വിശദ ഒഴിവാക്കാമായിരുന്നു. ഞങ്ങൾ ഊശാക്കുമ്പോൾ സാറിന് ഊശാക്കാന്ന് വിചാരിച്ചോ? ചെറ്റപ്പർക്കും ടെറസ് വീട്ടും ഒരേ ടാക്സോ? പറയടാ, പ്രൈവറ്റ് ബസ്സിൽ നിന്ന് അടിച്ചെടുത്ത 65 പവന്റെ ആഭരണങ്ങൾ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? കയ്യിലുണ്ടോ അതോ വിറ്റോ? വിറ്റില്ല. വീട്ടിലെവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? വീട്ടിലില്ല. പിന്നെ എവിടെയാ? പറ. ബാങ്കിലോ ലോക്കറിലോ വെക്കുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് ഭാര്യമാരുടെയോ മക്കളുടെ കാതിലോ കഴുത്തിലോ കാണും. മിച്ചമുള്ളത് കയ്യിലും സൂക്ഷിക്കും. എത്ര ഭാര്യമാരുടെ അടുത്താണ് നീ സ്വർണ്ണം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അത് ഗോപാലൻ ഡീസന്റാ. കള്ളനാണെങ്കിൽ ഞാൻ രേഖഭാര്യാവൃതക്കാരനാ. ഓള ഒന്നാം തരം മച്ചിയ, അവളുടെ അമ്മയും മച്ചിയ. അയ്യോ, അത് തന്നെ സാറേ മോതിരം വരുന്നത്. ഇതുകൊണ്ടൊരു കാര്യം ഉണ്ടറാ. എന്ത് കാര്യം? അത് നീ അറിയണം. പോടാം. ഞാൻ വന്ന് നിന്നെ കാണാൻ. എന്താ സാർ, ആ 65 പവന്റെ കേസ് വരെ തെളിഞ്ഞില്ല? തെളിയിക്കണം. അതിന് നിന്റെ സഹായം ആവശ്യമുണ്ട്. എന്താടാ? അല്ല, പോലീസ് നായയുടെ സഹായം വേണമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കേസ് തെളിയിക്കാൻ പോലീസുകാർക്ക് ഒരു കള്ളന്റെ സഹായം വേണമെന്ന് കേൾക്കുന്നത് ഇത് ആദ്യമായിട്ടാ. ഗോൾഡ് ഗോപാലിനെ അറിയോ നീ? അറിയും സാർ. നിങ്ങളും എങ്ങനെയാ? ഞങ്ങൾ ഓരോ ഫീൽഡ് അല്ലേ. അയാൾ ലാർജ് സ്കീം, ഞാൻ സ്മോൾ സ്കീം. എന്താ സാർ? അവന്റെ ഭാര്യയായിട്ട് എങ്ങനെയാ? അയ്യോ സാർ, അന്യന്റെ ഭാര്യ ഒരിക്കലും ആഗ്രഹിക്കില്ല എന്ന് ഞാൻ അച്ഛന്റെ മുമ്പിൽ ഇപ്പോഴും കൂടി കുമ്പസാരിച്ചിട്ട് വന്നോളൂ. അതല്ലടാ, നിനക്ക് അവളെ പരിചയമുണ്ടോ? ഇല്ലേ സാറേ, ഒരു കള്ളനെ ഒരിക്കലും മറ്റൊരു കള്ളന്റെ വീട്ടിലേക്ക് കയറ്റത്തില്ല. നീ പലചരക്കല്ലേ അടിച്ചു മാറ്റുന്നത്? അതിപ്പോ ഏത് ചരക്കായാലും അങ്ങനെയൊക്കെ സംഭവിച്ചു പോകും. വണ്ടി കയറ്. ശ്യാമളേച്ചി, ശ്യാമളേച്ചി, ശ്യാമളേച്ചിക്ക് എന്നെ മനസ്സിലായില്ലല്ലേ? ഞാൻ ഗോപാലന്റെ അടുത്ത ഗോൾഡ് ഫ്രണ്ട് അല്ലേ? ചേട്ടനിവിടില്ല. മനസ്സിലായി. അഴിക്കകത്തല്ലേ? ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരുമിച്ച പൊയ്ക്കേ. ചേട്ടനെ വിട്ടില്ലേ? ചേട്ടനെ പുതിയ എസ് ഐക്ക് ഭയങ്കര ഇഷ്ടായി. സംശയം കൊണ്ടേ പുതിയ എസ് ഐ ആളൊരു പുലി ചേച്ചിയാ. അപ്പൊ അള്ളുമായിരിക്കും അല്ലേ? അള്ളില്ല, അങ്ങനെ 2 കൊള്ളുമ്പോ ചേട്ടത്തിന് മുള്ളും. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോ പോലീസുകാർ കാണാണ്ട് ചേട്ടനോട് രഹസ്യം പറഞ്ഞു. ഞാനും വക്കീലുമായിട്ടുള്ള ബന്ധമായിരിക്കും. കുന്തം. ഇവിടെ കുറച്ച് സ്വർണ്ണിരിപ്പില്ലേ? പോലീസുകാർ ചേട്ടനെ കൊണ്ട് തൊണ്ടി എടുക്കാൻ വരാൻ സാധ്യതയുണ്ട്. അതെന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഞാനത് വക്കീലിന് കൊടുത്ത് കാശാക്കി ചേച്ചിയുടെ അക്കൗണ്ടിൽ ബാങ്കിൽ ഇട്ടോളാം, ബാലൻസ് ഉണ്ടെങ്കിൽ. ചേച്ചിക്ക് വിശ്വാസമായില്ലല്ലേ? ചേട്ടനത് പറഞ്ഞു.
പരിചയക്കാരാണെന്ന് പറഞ്ഞ ആര് ചെന്നാലും ചേച്ചി അത്ര പെട്ടെന്ന് അങ്ങനെ സ്വീകരിക്കില്ല എന്ന്. അതിനാണ് ഇതേ മുദ്രപാത്രം, അല്ല മുദ്രമോതിരം. ടിവിയിലുണ്ട്. അത് ആനവാൽ മോതിരം സിനിമ, ഇത് ചേട്ടന്റെ മോതിരം. അതല്ല, ടിവിയുടെ അകത്ത് വെച്ചിട്ടുണ്ട്. തീയുടെ അകത്ത് വെച്ചിട്ടുണ്ടോ? അപ്പൊ ഞാനത് എടുക്കണം. ഓ, സ്ക്രൂ ഡ്രൈവറോടെ ഇപ്പൊ കൊണ്ടുവരാം. പോയിട്ട് കർത്താവേ, സ്വന്തം സഹോദരനെയാണ് ഒറ്റ കൊടുക്കുന്നത്. യൂദാസിനോട് പൊറുത്തു പോലെ നീ എന്നോട് പൊറുക്കണമേ. ചേച്ചി ആ മാല മോതിരൊക്കെ എടുത്തു വെച്ചാ കിട്ടോ? ആമേൻ. ദൈവം പശുവിന്റെ രൂപത്തിൽ. എല്ലാം ഇല്ലെന്ന് നോക്കിയേ. എങ്ങനെയാ നന്ദി പറയണ്ടേന്ന് അറിയില്ല. ഓ, മാഷ് എന്തിനാ നന്ദി പറയുന്നേ? ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ? അതെ അതെ, ഇതൊക്കെ അല്ലേ ഞങ്ങളുടെ ഫീൽഡ്. പക്ഷെ ഒന്നുണ്ട്, മാഷയുടെ മോടെ കല്യാണം മുടങ്ങരുതെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അച്ഛാ, ഇത് നമ്മുടെ ഓർണമെന്റ്സ് അല്ല. അല്ല അച്ഛാ. അല്ലെങ്കിൽ ശരിക്കും നോക്കിയേ. ശരിക്കും നോക്കിയതാ, ഇത് ഞങ്ങളുടെ അല്ല. ശരിയാ, ഇതല്ല. നീ ഇതെവിടുന്നാ അടിച്ചെടുത്തത്? ആരെവിടെ ഇത് അടിച്ചെടുത്തത്? എന്റെ വീട്ടിലെ ടിവിക്കുള്ളിന്ന്. ഇത് ചെന്നൈയിലെ ഒരു സിനിമാതരുടെ വീട്ടിൽ നിന്ന് അടിച്ചെടുത്തതാ. വിൽക്കാൻ കൊണ്ടു വന്നപ്പോഴാ ഇമിറ്റേഷൻ ആണെന്ന് അറിയുന്നത്. സ്വർണത്തിൽ സ്പെഷ്യലിസ്റ്റ് ചെയ്ത ഒരു കള്ളന്റെ വീട്ടിൽ അല്പ സ്വർണ്ണം വരുന്നില്ലെങ്കിൽ അതൊരു പരുവക്കാടല്ലേ സാറേ? സാറ് തുറച്ചു നോക്കില്ലായിരുന്നു? ഇപ്പോഴാണ് സാർ ശരിക്കും അടിച്ച് നോക്കുന്നത്. സാറേ, ഗോപാൽ എന്താണ് സാർ ഇവിടെ കിടത്തണോ? ഇറങ്ങി വിടറോ. ഇങ്ങനെയാണ് കേട്ടോ, കൈ ഇങ്ങനെ പൊക്കി ഇങ്ങനെ. ഹലോ, ഇങ്ങനെ. വിളിച്ചു വരുത്തി അവഹേളിച്ചതിനും അപമാനിച്ചതിനും മാപ്പ്. സാറിന് പോകാം. ഇനി ഇതുപോലെ അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കരുത്. ഇല്ല. സമയം ഉണ്ടെങ്കിൽ വരാം. ഓ, ഗോൾഡ് അതെ, ഇത്തിക്കര തങ്കൂന്റെ മോൻ ലുട്ടാപ്പിയുടെ ബർത്ത്ഡേ ആഘോഷത്തിനൊന്നും പോകുന്നില്ലേ? പിന്നെ പറയൂ. പോകാതിരിക്കാൻ പറ്റുമോ? അവരല്ലേ ഞങ്ങളുടെയൊക്കെ ഇളമുറത്തമ്പുരാൻ. ഗോൾഡ് ബൈ. അതെ, നിന്റെ ചെന്നൈയിലെ സിനിമാ നടിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഭണ്ഡാരങ്ങളൊന്നും ഇവിടെ വേണ്ട. എടുത്തോണ്ട് പോ. സാറിന് വേണ്ടേ? വേണ്ട. ഗോൾഡ് ബൈ. ആ, താനൊക്കെ എന്തിനാണോ കാക്കിയിട്ട് പോലീസ് എന്ന് പറഞ്ഞ് നടക്കുന്നേ? കട്ടവനെ കിട്ടിയില്ല, കിട്ടിയവനെ കട്ടവനാക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ, എന്റെ അടുത്ത് വേണ്ട. നോക്കിയേ, കള്ളനെ പിടിച്ചില്ലെങ്കിൽ എന്റെ തൊപ്പി തിരക്കാൻ തിരക്കിട്ടില്ല, തന്റെയൊക്കെ തൊപ്പി ഞാൻ തിരപ്പി. ദിവാര, എന്താ ചാണ്ടി? എന്താ? നീ മനുഷ്യനെ പേടിപ്പിക്കാതെ കാര്യം പറ. എടാ, എസ് ഐ ജയശങ്കറാണോ നിന്റെ പെങ്ങൾ ആലോചിച്ചു വന്നു? അതെ. എന്നിട്ട് ആലോചന അവിടെ വരെ. അങ്ങനെ ഇവിടെ പെണ്ണ് കാണാൻ വന്നിരുന്നു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടാവും ചെയ്തു. പക്ഷെ അത് മുടക്കാനുള്ള ചില പൊടിക്കൈകൾ ഞാൻ പ്രയോഗിക്കുന്നുണ്ട്. എടാ, പൊടിക്കൈ മാത്രം പോരാ, ഒരു തുമ്പിക്കൈ തന്നെ വേണ്ടി വരും. അതിനു വേണ്ടി നിന്റെ കൂടെ മാക്സിമം ഞാൻ സഹകരിക്കാം. ചേട്ടാ, എന്റെ കുടുംബത്തിൽ ഒരു SI വന്ന് കയറുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് മുറവിളി കൂട്ടിയിട്ട് ഇപ്പൊ? എടാ, നിന്റെ കുടുംബത്തിൽ എസ് ഐ വന്ന് കയറുന്ന എന്തുകൊണ്ട് നല്ല തന്നെ. പക്ഷെ എസ് ഐ ജയശങ്കർ നിന്റെ കുടുംബത്തിൽ വന്ന് കയറാൻ പാടില്ല. അയാൾക്ക് വേറെ വല്ല ബന്ധങ്ങളുണ്ടോ? അയ്യോ, തങ്കപ്പെട്ട മനുഷ്യൻ. കൈക്കൂലില്ല, അഴിമതിയില്ല, പക്ഷഭേദമില്ല, ഒരുത്തിനും പേടിയില്ല. ചില ലോറിക്കാരും ആനക്കാരും പോലെ അവിഹിത ബന്ധമില്ല. പക്ഷെ അയാൾ നിന്റെ പെങ്ങളുമായുള്ള ബന്ധം നടന്നാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം തകരും. താമസിയാതെ നിന്റെ മാന്യതയുടെ കെട്ടുമട്ട് അഴിച്ചു വെച്ച് അകത്ത് പോയിരിക്കുന്നു. നീ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നതാ, ദുഃഖ വെള്ളിയാഴ്ച ഈ തവണ വെള്ളിയാഴ്ച തന്നെയാണ്. അയ്യോ എടാ, ഈ കല്യാണം നടന്ന മനസ്സമായിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. എസ് ഐനെ തന്നെ വേണം. നിന്റെ അച്ഛനും പെങ്ങൾക്ക് നിർബന്ധമാണ്. ആ ഗണത്തിൽപ്പെട്ട ഏതെങ്കിലും മണ്ണുണ്ണിനെ പിടിച്ചു കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു കൊടുക്കാം. നിനക്ക് ഇത് ഒറ്റയ്ക്ക് പൊളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനും കൂടാം. വേണമെങ്കിൽ നമുക്ക് തങ്കീനും പങ്കീനും കൂടൊരു മങ്കീനും കൂട്ടാം. പ്രസിദ്ധ നാടക നടൻ ചത്തമാടൻ ചാത്തനാടൻ. ചാത്തനാടൻ ആശാൻ തന്നെയല്ലേ? അതെ. അയ്യോ, കണ്ടിട്ട് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങയുടെ ഒരു ആരാധകനാണ്, നാടകപ്രേമിയാണ്, ഷാർപ്പ് കോൺട്രാക്ടറാണ്. TS നമ്പർ 407, പേര് KK പൂച്ചാക്കൽ. വാറ്റ അനുഗ്രഹിച്ചാലും മംഗളം ഭവിക്കട്ടെ. അങ്ങയുടെ ഒട്ടുമിക്ക നാടകങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. വെളിച്ചപ്പാടിന്റെ വെളിമ്പറമ്പ് എന്ന നാടകം 10 പ്രാവശ്യമാണ് ഞാൻ കണ്ടത്. അതിലെ വെളിച്ചപ്പാട് ഇപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. രോമാഞ്ചം. ചുഴലിയാന്നോ? അല്ല, ഭാവാപര്യം. ഇരിക്കൂ. ഇതുവഴി പോയപ്പോ ഒന്ന് പരിചയപ്പെടാമെന്ന് വെച്ച് കേറിയതാ. ഇപ്പൊ കളയ്ക്കൊന്നും പോകുന്നില്ലേ? അത് സംഭവബഹുലമായ ഒരു കഥയാണല്ല.
മലയാള നാടകവേദിയിൽ മര്യാദയ്ക്ക് നാടകം കളിച്ചോണ്ടിരുന്ന എന്റെ ഒരു അത്യന്താധുനിക നാടകക്കാരൻ ഒരു ഊറ്റാന്താടി വിളിച്ചോണ്ട് പോയി. കൂടെ അഭിനയിക്കാൻ ആരുമില്ല. ആരുമില്ലായിരുന്നു. ഉണ്ട് ചെണ്ട. ഉണ്ടല്ലടോ ചെണ്ട. ചെണ്ടയും ഞാനും മാത്രം. കർട്ടൻ മുങ്ങിയാൽ ഉടനെ അടി തുടങ്ങും. അടിക്കനുസരിച്ച് കളിച്ചോ. സംഭാഷണമില്ല, മുഴുവൻ ചുവടുവെപ്പുകളാ. തരികിടതോ തിത്തിത്തരികിടതോ രണ്ടര മണിക്കൂർ ചെണ്ടയടി കേട്ട് അമ്പലത്തിലെ ആന വരണ്ടു. എല്ലാവരും ഓടി, ഞാൻ മാത്രം ഓടിയില്ല. അപാര ധൈര്യം. ധൈര്യം കൊണ്ടല്ല നീയാ, ആന എന്നെ ചവിട്ടി പിടിച്ചിരിക്കുകയായിരുന്നു. ബോധം വരുമ്പോ ഞാൻ കോട്ടയ്ക്കലെ എന്നെ തോണിയില്ല. അതിനുശേഷം കീഴോട്ടൊരു ബലക്കുറവ്, ഒരേ ഇരിപ്പാ. അതാണ് ഇരുത്തം വന്ന നടനാണ് ആശാനെന്ന് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ അഭിനയിക്കുന്നില്ലെങ്കിലും ഈയിടെ അവാർഡൊക്കെ കിട്ടി. അകത്തിരിപ്പുണ്ട്, കാണിക്കണോ? പോകാൻ നേരത്ത് കാണാം. മക്കളൊക്കെ നല്ല നിലയിലായോ? കലാകാരന്മാർക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയമില്ലെന്നാണ് അസൂയക്കാര് പറയുന്നത്. മ്ലേച്ഛം. മൂത്തവൻ മരുന്നിന്റെ ബിസിനസ്സാ, പിന്നെ മോള അവൾ എംഎയും ടൈപ്പും കഴിഞ്ഞു നിൽക്കുന്നു. ഇപ്പോൾ അമ്പലത്തിൽ പോയിരിക്കുക. ഈശ്വര. ഇളയവൻ ദിനേശൻ സാറാനുള്ള പഠിത്തമൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുക. മകൾക്ക് കല്യാണമൊന്നും ആകുന്നു. പത്രം വഴി വന്നതാ. ഒരു എസ്ഐയുടെ ആലോചന. നല്ല ബന്ധമാ. അതെത്രയും പെട്ടെന്ന് നടത്താനുള്ള ആലോചനയില്ല. എസ് ഐ തരക്കേടില്ലാത്ത ബന്ധമാ. ഏത് സ്റ്റേഷനിൽ എസ് ഐ? അതെനിക്കറിയത്തില്ല. ജയശങ്കർ എന്നാ പേര്. ജയശങ്കറോ? അയാൾ ഇപ്പോഴും ആലയനും കൂടെ നടക്കുവാണോ? അയാളെ നേരത്തെ അറിയാം. പിന്നെ പ്രസിദ്ധനല്ലേ? വകയിൽ എന്റെ ഒരു ബന്ധുവാ. ഞാൻ ആരാധിക്കുന്ന ഒരാളുടെ കുടുംബമായതുകൊണ്ട് പറയുക, ഈ ബന്ധം വേണ്ട, ശരിയാവില്ല. കാര്യം എന്താണെന്ന് പറ. പുള്ളിക്കാരൻ കുറച്ചു കാലം ബോംബെയിലായിരുന്നു. അവിടുന്ന് മറ്റവനെയും കൊണ്ടാ വന്നത്. ഏത് മറ്റവൻ? എയ്ഡ്സ്. അവന്റെ രക്തം HMT പോസിറ്റീവാണ്. ചികിത്സയില്ലാത്ത പകർച്ചവ്യാധിയാ. അതുകൊണ്ടാണ് ജയശങ്കറിന് പ്രത്യേകം പോലീസ് സ്റ്റേഷൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം പോലീസ് സ്റ്റേഷനോ? മറ്റു പോലീസുകാർ സഹകരിപ്പിക്കത്തില്ല. സംശയം ഉണ്ടെങ്കിൽ എന്റെ കൂടെ വന്നോ, ഞാൻ കാണിച്ചു തരാം. അപ്പൊ വിശ്വാസം വരും. ഗഡ എടുക്കുന്നുണ്ടോ? ഇപ്പൊ വേണ്ട. കണ്ടോ, ജയശങ്കറിനുള്ള പ്രത്യേക സ്റ്റേഷൻ. കണ്ടോ, പുള്ളി ഇറങ്ങി വന്ന സ്റ്റേഷന്റെ ബോർഡ് കണ്ടോ? എയ്ഡ്സ് ഉള്ളവർക്ക് മാത്രം ഉള്ളതാ. ദൈവമേ, ഒരു വൻ ചതിയിന്ന് രക്ഷപ്പെട്ടു. സ്വാമിയേ, റെഡി ആയിക്കോ. ശക്തിമയം ശിവ ശക്തിമയം ശക്തിമയം ഭുവനം ബ്രഹ്മമയം ശക്തിമയം ശിവ ശക്തിമയം ശക്തിമയം ശിവ ശക്തിമയം ശക്തിമയം ഭുവനം ബ്രഹ്മമയം യമലോകം ഗച്ഛാമി. യമക യമക ബജാ യമക. ഇദ്ദേഹം ആലങ്കോട് ആസനത്തിലെ ആലങ്കോട് ആശ്രമത്തിലെ മഠാധിപതി സ്വാമി വൈകല്യാനന്ദ. വൈകല്യാനന്ദയോ? എന്താ ചട്ടനാണോ? ചട്ടനല്ല, പൊട്ടന. ഇത് നമ്മുടെ ശിഷ്യ സ്വാമി മൃത്യുഞ്ജയ. ഇത് നമ്മുടെ ശിഷ്യൻ സ്വാമി വക്രാനന്ദ. പ്രാണി. നാം അങ്ങനെ എല്ലായിടത്തും ആസനസ്ഥനാകാറില്ല. എങ്കിലും ഈ ഗ്രഹത്തോട് ഒരു സാമീപ്യം തോന്നുന്നു. ഓം നമഗ്രഹായ നമഃ. ആശ്രമത്തിലെ അന്തേവാസികളുടെ കുട്ടികൾക്ക് വേണ്ടി, ആശ്രമം സ്ഥിതി ചെയ്യുന്ന ഗ്രാമത്തിലെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി ആശ്രമം ഒരു ക്ഷേമനിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്കായി സംഭാവന പിരിക്കാൻ ഇറങ്ങിയതാണ് കുഞ്ഞേ. ഡൊണേഷൻ ഡൊണേഷൻ. അയ്യോ, അതിന് മഠാധിപതി എന്നെ നേരിട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പൊതുജനങ്ങളിൽ നിന്നുള്ള പിരിവായതുകൊണ്ട് സ്വാമിജി നേരിട്ട് ഹാജരായതാണ് മളകെ. മകളെ, രസീത് കുറ്റിയില്ലാത്ത പിരിവായതുകൊണ്ടാണ് നാം നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്. പൈസ ഒന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ സ്വാമി. മോൻ വന്നാലേ പറ്റൂ. മകൻ ഇപ്പോഴെങ്ങാനും എത്തുമോ? അമൈതി മന്നിത്തു വിട് സ്വാമി. അതെ, പോലീസ് ജോലിയാവുമ്പോ എപ്പോഴാ വരിക എന്ന് എങ്ങനാ പറയാൻ പറ്റുക? അതിന് മകന് പോലീസിലെ ജോലിയെന്ന് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? ഗോരക്ഷയം ലഭിച്ചവർക്ക് എന്താണ് അറിയാൻ കഴിയാത്തത് മകളെ? മകനെ ഒന്ന് കാണണമെന്ന് കരുതി ഇരിക്കായിരുന്നു. എന്താ പോലീസ് ഇടപെടേണ്ട വിധത്തിൽ സ്വാമിയുടെ മഠത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ? ആരെങ്കിലും മഠം പിടിച്ചെടുത്തോ? അവിടെ സ്വാമി മാത്രമുള്ള ആസാമിയായിട്ട്. എന്താ പ്രശ്നം?
ഒരു അപകട സൂചന. അപകട സൂചനയോ? അതെ, അകാരണമായി എന്റെ ശിഷ്യൻ അയ്യോ എന്ന് വിളിച്ചുവെങ്കിൽ അതൊരു അപകട സൂചനയാണ്. ഈ വീട്ടിൽ ഒരു അപകടം നടക്കാൻ പോകുന്നു. എന്തപകടം? മകന്റെ മാരേജ് കഴിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, ആലോചന നടക്കുന്നു. ഇപ്പൊ നടക്കുന്ന ഈ ആലോചനയാണ് അപകടം. അഹം ബ്രഹ്മാസ്മി. അപകടം ബ്രഹ്മാവിന് ഉണ്ടാകുന്നാണല്ലോ ശാസ്ത്രം. ഇപ്പൊ നടക്കുന്ന ആലോചനയിൽ എന്ത് അപകടമാ സ്വാമി? നീച ജാതകമാണ് ആ കുട്ടിയുടേത്. ഈ വിവാഹം നടക്കാൻ അവർ വേറൊരു ജാതകം കാട്ടിയെന്നും വരാം. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം, വ്യാഴം കഴിഞ്ഞ വെള്ളി ശനി. ആ ശനിയുടെ അപഹാരം. ഈ വിവാഹം നടന്നാൽ നിങ്ങളുടെ മകന്റെ ജീവൻ അപകടത്തിലാവും. ശൂന്യം ശൂന്യം. പറയാൻ മറന്നുപോയി, വട്ടപൂജ്യം. വട്ടപൂജ്യം. സ്വാമി, പരിഹാരം എന്തെങ്കിലും? കുസുമേ കുസുമോൽപത്തി. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. ഇതങ്ങോട്ട് വേണ്ടെന്ന് വെക്ക. അതെന്നെ പരിഹാരം. നാം ഇറങ്ങുന്നു. അയ്യോ, ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നില്ലെന്ന് പറഞ്ഞ ജയൻ എന്നെ വഴക്ക് പറയും. സാരമില്ല മളകെ, നിങ്ങളുടെ മകൻ ഞങ്ങൾ എവിടെ വെച്ച് കണ്ടാലും വെള്ളം കുടിപ്പിച്ചിട്ട് വിടാറുള്ളൂ. വരട്ടെ. മാതരം ശക്തിമയം ശിവ. ശക്തിമയം ശിവ. രാജി, അച്ഛനെവിടെ? ജാതകം കൊണ്ട് ജോത്സ്യന്റെ അടുത്ത് പോയിരിക്കുക. ചേട്ടാ, കല്യാണം മുടക്കാൻ ഇവിടെ വന്നതുപോലെ അവർ അവിടെയും ചെന്നിരുന്നു അത്രേ. ഒരു എസ് ഐ വീട്ടിൽ വന്ന് കയറുന്നതിന്റെ അസൂയ. ആഹാ, നീ പോയില്ലേ? ഇല്ല. നന്നായി. ആവൂ, അദ്ദേഹം ഉണ്ടാവുന്ന സംശയമായിരുന്നു. 2 ജാതകങ്ങൾ അങ്ങോട്ട് കൊടുത്തു. ഓടിച്ചൊന്ന് നോക്കിയേ ഉള്ളൂ. ആ മുഖത്തെ പ്രസരിപ്പൊന്ന് കാണേണ്ടതായിരുന്നു. അച്ഛൻ വീണ്ടും നാടകത്തിലെ ഡയലോഗുകൾ പറഞ്ഞു തുടങ്ങി. നീ ഏത് മരക്കോടനാടാ? ഇത് നാടകത്തിലെ സംഭാഷണമല്ല. പിന്നെ ഞാൻ ജീവിതവതിയുടെ സെന്ററിൽ നിന്ന് സംസാരിക്കുകയാണ്. എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ മക്കളെ. എന്താ, അവശ്യ കലാകാരന്മാർക്കുള്ള പെൻഷൻ തുക വർദ്ധിപ്പിച്ചോ? ആർക്കും എവിടെ നക്കാപ്പിച്ച കാശ്? എന്റെ മോളുടെ SIയുടെയും ജാതകം കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് അറിയാവോ? 10 പൊരുത്തം. അത്രയല്ലേ ഉള്ളൂ. 10 10 പൊരുത്തവും ഒത്തുവരുന്ന ഒരു ജാതകം ഞാൻ അവക്ക് വേണ്ടി കൊണ്ടുവരുന്നുണ്ട്. എന്തിനാ മോനെ നീ വെറുതെ കഷ്ടപ്പെടുന്നത്? വരുന്ന വഴിക്ക് ജയശങ്കറിന്റെ വീട്ടിൽ കയറി ഞാനതങ്ങോട്ട് ഉറപ്പിച്ചു. ഈ വരുന്ന 14-ാം തീയതി നിശ്ചയം.